നമ്മുടെ മുലപ്പാൽ കുടിച്ച് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം ഫേക്ക് ആണെന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. എന്ത് പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം ഗൈസ്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് കുറച്ച് കാര്യം പറയണം. അതിന് മുന്നേ തന്നെ ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അനുസരിച്ച് നടക്കിയിരിക്കണം. ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. ഈ 6 വർഷത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും ടി വിയിൽ ഇട്ടിട്ടാണ് കാണണമെങ്കിൽ ആ ടി വിയുടെ സൗണ്ട് കുറച്ച് കമ്മിയാക്കിയേക്ക്. അതേപോലെ തന്നെ ഒരു മിനിറ്റ് അപ്പോൾ ഫോണിലായിരുന്ന കാണുന്ന വെച്ചാൽ അതിൻ്റെ സ്പീക്കർ ഒന്ന് കമ്മിയാക്കുക. അതൊക്കെ പറയുള്ളൂ. ഞാൻ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്തും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെടുത്തും എൻ്റെ അനിയന്മാർ, അനിയത്തിമാർ, ചേച്ചിമാർ, ഏട്ടന്മാർ എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിച്ചിട്ട് തുടങ്ങണ ഒരു വീഡിയോ ആണ്. ഞാൻ പറയാലോ, നമ്മളെ പറ്റി ഇഷ്ടം പോലെ ഇതിപ്പോൾ എന്തിനാ പറയണതെന്ന് ഇപ്പം നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടായിക്കില്ല. വേറൊന്നുമില്ല, ഞാനൊരാളെ റിയാക്ട് ചെയ്യാൻ പോവാണെന്ന്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഇതിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു റിയാക്ട് ചെയ്യണത്. അത് നമ്മുടെ മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യണത്. ഞാൻ അതിന് മുന്നൊക്കെ ചെയ്യുമ്പോൾ വ്യക്തികളുടെ പേര് പറയാതെയും മറ്റേതൊക്കെ ആക്കിയിട്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ മല്ലു ഫാമിലി ഫസ്റ്റ് ടൈമാണ്. പിന്നെ അതുപോലെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുജിൻ വ്ളോഗ്സ് എന്നുള്ള ചാനലിലാണ്. പക്ഷെ മല്ലു ഫാമിലിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പം പിന്നെ ഞാൻ പറയുകയാണ്, മറ്റേ കുട്ടികളാരും വീഡിയോ കാണാതിരിക്കുകയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്നെ കുറ്റം പറയാനും തെറി പറയാനും കുറേ ആൾക്കാർ ഇപ്പം ഇതിൻ്റെ പിന്നാലെ വരും. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പം എന്തായാലും ഞാൻ വീഡിയോക്ക് കിടക്കുകയാണ്. എന്താണ് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇന്നെ ട്രോളിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മളെ കൈസാണ്. അതിന് മുന്നേ വീഡിയോസ് ഉണ്ടായിരുന്നു. അവൻ്റെ വീഡിയോസ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ, മല്ലു ഫാമിലി എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതേപോലെ ലോകത്തില്ലാത്ത പ്രശ്നങ്ങൾ മല്ലു ഫാമിലിക്ക് ഉണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഇതാക്കിയതോടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം, ഒരു മുടി എനിക്ക് ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് ഈ മല്ലു ഫാമിലിക്ക് ഇതുകൊണ്ട് റിയാക്ട് ചെയ്യാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിലെന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും ക്ഷമ ചോദിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാനൊരാളെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവനെ ഞാൻ ഇന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പൊന്നൂസപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ നമ്മളെന്നെ എപ്പോഴും റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതിനെ മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ വീഡിയോസ് ഇരുന്നിപ്പോൾ നോക്കി. അപ്പോൾ ഇവൻ്റെ വീഡിയോസ് മുന്നേ ചെയ്ത വീഡിയോസുകളെല്ലാം ഞാനിരുന്ന് കണ്ടപ്പോൾ എന്താ അറിയില്ല, എനിക്കിങ്ങനെ കയറി ആ ഒരു ചൂടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇത് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഭവിഷ്യത്തുക്കൾ എനിക്ക് അതുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അവന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യണത്. അവൻ്റെ വീഡിയോ 10 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവൻ എന്നെ ഇപ്പോട്ട വീഡിയോസിന് അവന് 2 മണിക്കൂർ മുന്നിട്ടതാണ്. അങ്ങനെ അവന് ഒരാഴ്ചക്കുള്ള കണ്ടന്റ് ഒറ്റയടിക്ക് കൊടുക്കുകയാണ്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ വ്ളോഗ്സ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം എന്തായാലും തുടങ്ങുകയാണ് ഞാൻ. അവൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ സൈഡ് കൊടുക്കുക. അവന് കറക്റ്റ് മറുപടി ആയിട്ട് കൊടുക്കണം ഞാൻ. കാരണം അവൻ്റെ മുന്നേ കുറച്ച് ഇന്നാണ് ഞാൻ അവൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നത്. അതുപോലെ എൻ്റെ വീഡിയോ ഇന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞുള്ള മറുപടി എനിക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഇവിടെ എൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വെച്ച് ഇനിയും കണ്ടന്റ് ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോസിന് പോലും കൂടി എനിക്ക് അവിടെ കണ്ടന്റ് കിട്ടി. ഓക്കെ എന്നെ വിറ്റ പൈസ കുറേ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഞാൻ ഇന്നാണ് കാണട്ടോ. എന്നെപ്പറ്റി ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇന്നാണ് കാണുന്നത്. ഞാൻ കൈസിന് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നാണ് എന്നെ ശ്രദ്ധിച്ചത്. അപ്പം എന്തായാലും ഓൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ തുടങ്ങാം. ഞാൻ ഒരു സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഇവനും കാണിക്കാൻ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു റിയാക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇവനെ കണ്ടപ്പോൾ എനിക്ക് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് ഇവനെ പേഴ്സണലായിട്ട് അറിയാം. ഞാൻ പറഞ്ഞേ, ഇന്നാണ് ഞാൻ ഇവനെ ഫസ്റ്റ് ടൈം കാണുന്നുട്ടോ. ഇവൻ്റെ വീഡിയോ തന്നെ ഇന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. ഞാൻ ഇന്നെ ട്രോളുന്ന ആൾക്കാർ ആരെ കാണാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ല, കൈസിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒരാൾ എനിക്ക് അറിയാം. പിന്നെ നമ്മൾ സീക്കട്ടെ സായിബ്രോനെ പിന്നെ എനിക്ക് മുന്നേ തൊട്ട് അറിയാം. പക്ഷെ ഇവൻ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ വീഡിയോന്നൊക്കെ അറിയാൻ എപ്പോഴാണ് അറിയുന്നത്. ഇത് മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ആരുടെ ഒരു ദേഷ്യങ്ങളൊന്നും. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൻ്റെ വീഡിയോ ഇവനെ ഇതിന് മുന്നേ 2-3-5 വീഡിയോനെ പറ്റി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കൂട്ടത്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ
കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങളിത് ഇഷ്ടപ്പെട്ടതിനായിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇതാക്കി വിട്ടേക്ക്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും അതെനിക്കൊരു ഇതല്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ തുടങ്ങാം നമുക്ക്. ഇത് അവൻ എന്നെ പറ്റി കേട്ടുകൊണ്ടിരിക്കട്ടോ. നമസ്കാരം. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും ഊക്കും വാങ്ങിക്കൂട്ടി നാട്ടുകാരെ വായിരിക്കുന്ന കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ട് അണക്കെന്ത് മൈര പണി അണക്കെന്താ പണി? അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് നാട്ടിൽ അണക്കല്ല എന്റെ പണി. അല്ലാണ്ട് അണക്കെന്താ പണി അതിന്റെ മോനെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അണക്കെന്താ പണി? ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കിവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് കണ്ടു. അവരെ വീടിൻ്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലി പോലെ കാണിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കെന്ത് മൈര പണി? അതാണ് ചോദിക്കണത്. അതുപോലെ എന്നുണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ, ഞാൻ പാലക്കാട് ചെപ്പശ്ശേരിയാണ് എൻ്റെ വീട്, ഞാൻ ഇങ്ങോട്ട് വായോ. അണക്കെന്താ പണി? ഇപ്പം ഞാൻ 6 വർഷമായി ഇപ്പോൾ യൂട്യൂബിൽ 1700 1500ഓളം ഞാൻ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ അടുക്കള കാര്യമായിട്ടോ എൻ്റെ വീടിൻ്റെ ഉള്ളത്തെ കാര്യമായിട്ടോ ഒന്നും വിഷയമല്ല. ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ. അണക്കെന്താ പണി? മറ്റവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണക്ക് പണി. അണക്ക് വേറെന്താ പണി? അനുയാജിക്ക് എന്താ പണി? ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ട് അത് മറ്റോ റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എൻ്റെ പണി. അനക്ക് വേറെ എന്താ പണി? ഈ സ്വന്തമായിട്ട് എന്ത് കിണ്ടിലെ മറ്റേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ഉണ്ടാക്കിയൊരു വീഡിയോ കാണിച്ചെടുക്കുക. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയല്ലോ, ഫുള്ള് മറ്റവരെ പറ്റി കുറ്റം പറയുന്നത് മാത്രമേ എൻ്റെ വീഡിയോ ഉള്ളൂ. അല്ലാണ്ട് മറ്റേ എന്താ പണി? പിന്നെ കാര്യം പറയാം, ഞാൻ പറയുന്നത് മലയാളം, നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്ന മലയാളം, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം. പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യണത്? നമുക്ക് കാണാണ്ട്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തു, ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്. ഞാൻ മലയാളമാണ്. എൻ്റെ വീടിൻ്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്, എല്ലാം മലയാളമാണ്. പിന്നെ എന്നെപ്പോലെ ഒരു ഇതിന് അവിടെ ആവശ്യമില്ല. കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യ്, അല്ലാണ്ട് മറ്റവൻ്റെ പോയി ഉണ്ടാക്കാതെ കേട്ടോ. അത് നമുക്ക് കേൾക്കാം. തന്നെ ഉളുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു. ഞാൻ അത് കേൾക്കാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. എന്റെ കതിരി പാട് കണ്ടോ? ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവുന്നു ഇതിനെ പറ്റിയിട്ട്. ഇത് പൊന്നൂസ് കടിച്ചാന്ന് അയ്യേ, പൊന്നൂസ് കടിച്ചാ ആ പെണ്ണിനെ നിന്നെ അവിടെ കടിക്കത്തു. പിന്നെ എന്റെ തന്ത വന്നിട്ടാണ് എനിക്ക് 2 കുട്ടി ഉണ്ടാക്കി തന്നത്. ആണോ? അല്ല ഞാൻ ചോദിക്കണേ, കാരണം ചോദിക്കണേ ആണോ പോലുമില്ല ആയിരിക്കും ഉദ്ദേശിച്ചത്. അവക്ക് അറപ്പാ. അയ്യേ, വല്ലാത്ത അവസ്ഥയാടാ. നിന്റെ അവസ്ഥ മൊത്തത്തിൽ പരിതാപകരമാണ്. നീ എന്ത് പാടേ? നിന്നെ ആർക്കും വേണ്ടേ? വീട്ടിൽ വേണ്ട, അവക്ക് പോലും കടിക്കാൻ വേണ്ടെന്ന് അവള് പറ. കഷ്ട, വല്ലാത്ത അവസ്ഥ. ഇതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് അവിടെ പ്രവീണിനും കൊച്ചുവിനും ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കുകയാണ്. അതിൽ പ്രവീണിന്റെ ഭാര്യക്കൊക്കെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പാടുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കണം. നിന്റെ ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കണേ. ഈ പൊന്നൂസിന്റെ തന്നെ നിന്നെ വേണ്ട. എന്നാ വേറൊരാളേക്ക് കൂട്ടിത്തരുവോ? പൈസ എത്ര കൊടുക്കാൻ നമുക്ക് കിട്ടുമോ? നമുക്ക് കിട്ടുമോ? ഇത് പാടാണ്. ഇത് പാട് കണ്ടോ? ഇതിന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാടാണ്. മീൻസ് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് ചെറുപ്പത്തിൽ വരും മുമ്പേ ഈ പാടുണ്ട്, ചെറുപ്പത്തിലുണ്ടെന്ന്. എവിടെ അമ്മ നന്നാട മൈര. അതെ, എന്തേ കുഴപ്പമാണ് നടക്ക് കിട്ടിയത്? പൊന്നൂസേ, അവനെ പിടിച്ചൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് കുടഞ്ഞു നോക്ക്. എവിടെ നിന്നാ പാട് വന്നതെന്ന് പറയോ? നന്നായിട്ട് ഇടിയും കൊടുത്ത് നല്ലോണം പിടിച്ചൊന്ന് കുടഞ്ഞ എവിടെ നിന്നാണ് ആ പാട് വന്നതെന്ന് അവൻ പറയും. അവന് ചെറുപ്പത്തിലുണ്ടെന്ന് പാട്. നല്ല ഇന്റെ തന്ത ഇയ്യല്ല മൈര. കാരണം ഇന്റെ കഴുത്തിൽ എവിടുന്ന പാട് കാര്യങ്ങളൊന്നൊക്കെ അറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ഇയ്യല്ലേ അല്ല എന്റെ തന്ത. പാട് എവിടെ നീ? എന്ത് കല്യാണം കഴിഞ്ഞോണ്ട് ഭാഗ്യം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചേ.
ഞാൻ എന്നെ പറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോസിന് പോലും ഞാൻ എൻ്റെ മോണിറ്റേഷൻ എനേബിൾ ആക്കില്ല. കാരണം അന്നെ മുമ്പേ പൈസ എനിക്ക് വേണ്ട, മനസ്സിലായല്ലോ. അല്ലാതെ പൈസ ഉണ്ടാക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്നെ പറ്റി ഇടുന്ന ഈ വീഡിയോസിന് മോണിറ്റേഷൻ ഞാൻ എനേബിൾ ആക്കണില്ല. അത് ഞാൻ അതിൻ്റെ ഈ എനേബിൾ ആക്കണില്ല എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നാളത്തെ എൻ്റെ വീഡിയോസിൽ കൊടുക്കാൻ ഞാൻ ഇട്ടോ. കാരണം എനേബിൾ ആക്കണില്ല എന്നുള്ളത് കാരണം ഇവനെ മുമ്പിലുള്ള വീഡിയോ എൻ്റെ പേയ്മെന്റ് എനിക്ക് വേണ്ട. അത് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ അത് ഞാനിതിപ്പോഴാണ് ഇതുവരെക്ക് ഞാൻ എന്നെ പറ്റി ഇതാക്കിയ വീഡിയോ എന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടത്. ഞാൻ ഇതുവരെക്ക് എന്റെ വീഡിയോസിന് ഒരു മറ്റേ മിസ്റ്റേക്ക് കൊടുക്കുകയോ ഇതാക്കാൻ കൊടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. കാരണം അങ്ങനെയെങ്കിലും നീ ജീവിക്കടാ അതിന്റെ മോനെ, ജീവിക്ക് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഈ സംഗതി ഉണ്ട്. പിന്നെ ആളുകൾക്ക് വേറെ ജോലിയില്ലല്ലോ, നിന്റെ മറ്റേ പാട് ഞാൻ അന്നയുടെ പറഞ്ഞത് അണക്ക് അതാണ് പണി, മനസ്സിലായോ. അണക്ക് മറ്റോന്റെ തട്ടി നോക്കി നടക്കലാണ് പണി, മനസ്സിലായോ. മറ്റോൻ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് നീ പോയി നോക്കണം. കാരണം എന്റെ പണി അതാണ്. കാരണം മറ്റേ കഴുകനെ പോലെ നോക്കിയിരിക്കുക, മറ്റോന്റെ മതി എന്താ കുറ്റങ്ങളുള്ളത് അത് കണ്ടുപിടിച്ച് സംസാരിക്കണം. അതാണ് എന്റെ പണി. എന്റെ പണി അതല്ല, മനസ്സിലായല്ലോ. എനിക്കുള്ള വീഡിയോസും കാര്യങ്ങളും എനിക്ക് എങ്ങനെയൊക്കെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാൻ മറ്റോനെ പോയി ഇതാക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല. എന്റെ വീഡിയോസും കണക്ക് ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ വെച്ചെടുക്കുന്ന വീഡിയോസ് തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പോ ഇന്ത്യയിലെ ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ട് ഇവരിട്ട് അങ്ങനെ ചിലപ്പോ എടുത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് ഒക്കെ വരുമായിരിക്കും. എന്തുവാണ് ഇതിന്റെ ഒരു പാട് കാണാൻ വേണ്ടി കേരളക്കാർ മൊത്തം കുഴഞ്ഞിരിക്കുകയാണ്. അവന്റെ ഒരു വാഞ്ഞ പാട്. അയ്യോ നീ പാട് വിടോടെ. ഒരു മാനസികമായിട്ട് പ്രശ്നം തോന്നുന്നു, അല്ലെങ്കിൽ കാരണം ഇവരെ റിയാക്ട് ചെയ്തൊരു കാര്യം തോന്നുന്നുണ്ട്. ഇത് ഞാൻ പണ്ട് കടലിൽ സത്യസന്ധമായ കാര്യം ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരു കാര്യമില്ല നീ സത്യസന്ധമായി ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ എന്തെടുത്താലും അത് ഇയാനോടെ മൈര തീരുമാനിക്കേണ്ടത്. ഞാൻ ചെയ്തോ ചെയ്തില്ല, ഞാൻ ചെയ്തോ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ ഇയാണ് തീരുമാനിക്കുന്നത്. അതെ, മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നീ എന്ത് തൊട്ടാലും ഉണ്ടാക്കുക. അല്ലെങ്കിൽ തന്നെ സാവിന്റെ വാഹനം നിനക്ക് വല്ല തിരണ്ടിയായിരുന്നെങ്കിൽ. ഇവന് മാനസികമായിട്ട് എന്താ ഉണ്ടല്ലേ, ഇവന് മാനസികമായിട്ട് എന്താ കുഴപ്പമുണ്ട് ഗൈസ്. ഇത് ഞാൻ ഇവനെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ അവസാനമായിട്ടും ലാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി ഇവനെ വെച്ച് ചെയ്യില്ല ഞാൻ. കാരണം ഇവൻ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഇവൻ ഇനി ഒരു 10 ദിവസം വീഡിയോ ചെയ്യും അല്ലേ. എനിക്കത് തോന്നുന്നത് ഇവൻ 10 ദിവസം ഇതിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും അതിന്റെ മോൻ അന്നേക്കായും പബ്ലിസിറ്റി എനിക്കുണ്ട്, അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ളതല്ല, എന്തായാലും അന്നേക്കായും ആൾക്കാർ ഇന്നറിയാം. അതിനിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അന്നേക്കായും പബ്ലിസിറ്റി എനിക്കുണ്ട്, അത് നല്ല ബോധ്യമുണ്ട് എനിക്ക്. ഈ എന്തായാലും മറ്റവനെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുക, അല്ലാണ്ട് വേറെ വർത്താനം നമ്മളത് എടുത്തിട്ട് വരണ്ട. ഞാൻ കേൾക്കട്ടെ കേട്ടോ, അന്നെ പറഞ്ഞ് കേൾക്കട്ടെ മോനെ, കേൾക്കട്ടെ. നീ ഒരു 1.5 കോടി എണ്ണല്ലോടെ സൂചന അവരവരെ നിനക്ക് ഒരു കുറവില്ലല്ലോ. അതെപ്പോഴാണ് മൈരാണക്ക് മനസ്സിലായത്? എന്റെ നാവുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്, മനസ്സിലായല്ലോ. എന്റെ നാവാട്ടം കൊണ്ട് എന്റെ വർത്താനം കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിയത്, മനസ്സിലായ. 10 രൂപ പോലും കൂടി എടുക്കല്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നതാണ് ഞാനായിരുന്നു ഇവിടേക്ക് എത്തിയില്ലേ. അതിന്റെ മിടുക്ക് തന്നെയാണ്. ഓക്കെ. എന്തായാലും ഞാൻ മറ്റവനെ മുമ്പം പോണില്ല എന്നെ പോലെ. വിളിച്ചു പറഞ്ഞോണ്ട് ഇടയ്ക്ക് ആചാര പറ്റിക്കാറങ്ങി ഈ ഒരു കാര്യം ചെയ്യും. ഇത് മറ്റേ വീഡിയോ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. കാരണം എൻ്റെ വീഡിയോസിന്റെ ആ കണ്ണെടുത്ത് മാറ്റി. കാരണം എൻ്റെ കണ്ണടയിലെ ആ റിംഗ് ലൈറ്റിന്റെ സംഗതി കാണാണ്ട് കേട്ടോ. അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റിയാക്ക്. ഓക്കെ. നമ്മള് പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവര് എന്റെ ഇഷ്യൂ ആക്കുന്നുണ്ടായില് നമുക്ക് ഞാൻ അവരുടെ കോൺടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടല്ലേ അവൻ എന്നെ പറ്റി കേട്ടുകൊണ്ടിരിക്കട്ടെ, അത് ഞാൻ സ്കിപ്പ് അടിച്ച് കളയുന്ന അവിടെ ഇരുന്നോട്ടെ. നമുക്ക് കുറെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ മിഞ്ഞാനൊക്കെ അതുപോലെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനെ പറ്റി വല്ലതും അറിയോ, അവരുടെ കോൺടാക്ട് ഉണ്ടോ, എന്താ തമ്മിലുള്ള ഇഷ്യൂ. ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുറെ കമന്റ്സ് എനിക്ക് ഞാൻ വന്ന കമന്റ്സ്
പിന്നെ എനിക്ക് വേറെ അതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലയിലൊക്കെ നമ്മളെ അവരോട് ഒരുമിച്ച് വെച്ചിട്ടുള്ള തമ്പല കണ്ടു. നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫുകൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയില്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളെല്ലാരും എന്ന് പറയട്ടെ, നീ നിന്നെ പറയണ്ട, ബാക്കിയുള്ളവർക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് നാട്ടുകാരെ പറ്റിച്ച് നല്ലവണ്ണം നീ മറ്റേ ബെറ്റിങ്ങും പ്രൊമോട്ട് ചെയ്ത് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന്റെ മെടുക്കടമൈര ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇതാക്കി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇനിയിപ്പോ കേസും കൂട്ടം വന്നാൽ അത് നോക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കൂട്ടിക്കൈ. അതപ്പോ ഈ നോക്കേണ്ട അധികം നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എനിക്കെന്നുള്ളതല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അണക്ക് 500 പ്രശ്നമാണെങ്കിൽ എനിക്ക് ഇവിടെ ലക്ഷങ്ങളുടെ പ്രശ്നമാണ്. മനസ്സിലായോ? ഞാൻ ഓട്ടോ സമയത്ത് എനിക്ക് 100-ന്റെ 200-ന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അത് പറയുന്നുണ്ടോ? ഈ ആണോ ഈ നാട്ടിൽ പ്രശ്നമില്ലാത്ത ആള്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? അത് ചിന്തിക്കാനുള്ള കുറച്ച് ബുദ്ധി വേണം. അത് നമുക്ക് ഇല്ല, നമുക്ക് പ്രാന്താണൊക്കെ തോന്നുന്നുണ്ട്. ഇതിൽ എൻ്റെ വീഡിയോ കണ്ടിരിക്കാതെ തോന്നിയത് നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചാരയിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറയാൻ തന്നെ. ഞാൻ നാട്ടുകാരെ പറ്റി ചൂമ്പിച്ച് ജീവിക്കാന്ന് ഈ കൂട്ടിക്കോ. ഈ എന്താ മൈര ചെയ്യണത്? മറ്റൊരു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതോ? അപ്പം എന്നോട് ഞാൻ കാര്യം പറയട്ടെ, ഈ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയണുണ്ട്. ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികളാണ്, അവർക്കത് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ കമൻസ് ചെയ്തത്, ആ കമൻസ് വായിക്കാനും മറ്റാൾക്കാരൊക്കെ അറിയാം. പിന്നെ എന്ത് കിണ്ടിക്ക് ഇരുന്നിട്ടാണ് അവിടെ നിന്ന് കൊണ മറ്റേ കൊണക്കണത്? അതെനിക്കറിയാത്തത്. എന്തിനാ കൊണക്കണത്? എന്റെ വീഡിയോസ് ഇട്ടതിനടക്കം മോട്ടിവേഷൻ എപ്പോഴേക്ക് വെച്ചാൽ അതിന്റെ മോനെ ഇല്ലേ അനക്ക് ഞാൻ കാരണം പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ പുണ്ടേ. അതുകൊണ്ടാണ് ജീവിച്ചു പോ, അല്ലാണ്ട് വർത്താൻ നിർത്താം. അത്ര പിന്നെ അനക്ക് അത്ര ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്നെ വെച്ച് വീഡിയോ ചെയ്യാൻ പാടില്ല. ആണാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ. അല്ലെങ്കിൽ പിന്നെ ഇന്നെ പറ്റി ചെയ്യുന്നതിനെ പറ്റി ഇത് മോട്ടിവേഷൻ എനേബിൾ ആക്കരുത്. മനസ്സിലായോ? അതിന്റെ മോട്ടിവേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യും. പൈസക്ക് വേണ്ടിയിട്ടല്ലേ കള്ളപ്പൊലടി മോനെ. അല്ലാണ്ട് എന്തും ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണത്? ഡയലോഗ് അടിക്കണോനെ. അവിടെ മൈര കുറെ കാലം കൊടി പിടിച്ച് നടന്നു തന്നെയാണ് ഞാനും. മനസ്സിലായോ? ഈ മിണ്ടാതിരിക്കും. എൻ്റെ അടുത്ത് ബോധിപ്പിക്കണം എന്ന് ഒരു നിർബന്ധം പെടല്ല. മനസ്സിലായല്ലോ? പിന്നെ എൻ്റെ പോലെ വീടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കലല്ല എൻ്റെ പണി. മനസ്സിലായല്ലോ? ഇതിൻ്റെ യൂട്യൂബിൽ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അതുപോലെ ഈ നാട്ടിലേക്ക് വാ. ചേച്ചി പറഞ്ഞ ഞാൻ എൻ്റെ കറക്റ്റ് പറഞ്ഞുതരാം. എൻ്റെ വീട് എവിടെ നിനക്കറിയില്ല. നേരെ പാലക്കാട് വന്നിട്ട് ഷൊർണൂർ വന്നിട്ട് നേരെ ചെർപ്പളശ്ശേരിക്ക് വാ. ചെർപ്പശ്ശേരിയാണ് ഞാൻ. ചെർപ്പശ്ശേരി ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. ഈ ചെർപ്പശ്ശേരിക്ക് വാ. ചെർപ്പശ്ശേരി എന്നിട്ട് ആരെടുത്ത് മല്ലു ഫാമിലിയുടെ വീട് എവിടെ ചോദിച്ചാലും, അല്ലെങ്കിൽ മഞ്ചക്കല്ല്, ഞാൻ മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചത്, അവിടേക്ക് വാ. ഈ ആണാണെന്നുണ്ടെങ്കിൽ വാ. വെല്ലുവിളിക്കുക ഞാൻ ഈ പബ്ലിക്. ഇത്രയും എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. മറ്റേ ഈ യൂട്യൂബിലിട്ട് ഞാൻ എന്നെ വെല്ലുവിളിക്കുകയാണ്. എന്നെ വെച്ച് കാശ് ഉണ്ടാക്കാതിരിക്കും. മനസ്സിലായോ? ഈ അത്ര വലിയ ആൺകുട്ടിയാണ്. അനക്ക് എൻ്റെ അടുത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ ഓഫ് ആക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയണോ, അന്നെ വെച്ച് ചെയ്ത ഈ വീഡിയോസിന് മോട്ടിവേഷൻ ഓണാക്കിയിട്ടില്ല. അനക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വന്നിട്ട് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് നാളെ ഞാൻ ഇടും. മനസ്സിലായല്ലോ? എനിക്ക് അന്നെ പുറ്റിയ പൈസ എനിക്ക് വേണ്ട. ഓക്കെ, അടുത്ത് കേൾക്കാം നമുക്ക്. ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരാണെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ്. നമുക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടാനില്ല. പക്ഷെ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ലക്ഷങ്ങൾ വരുമാനല്ലേ, അങ്ങനത്തെ ചിന്തക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർ അത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു. ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആരോഗ്യമാണ് അവരെവിടെയും കിടക്കണം. എനിക്ക് അവരുടെ യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. എന്റെ കണ്ണട അവിടെ കെട്ടി വെക്കി. ഇതെന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ? കെട്ടി വെക്കുക അവിടെ കുറെ നേരം അങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ അവനോ അല്ലെങ്കിൽ അവന്റെ മുഖം ചെരിഞ്ഞിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ മാല ഞാൻ കണ്ടു. എന്റെ ഇതിങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെച്ചടാ കേട്ടോ. നിന്റെ തന്ത, എന്റെ തന്തയാണ് പറയണത് കേട്ടോ. മനസ്സിലായോ? മനസ്സിലായോ നമുക്ക്?
എടാ മൈര, അതെങ്കിലും ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതായത് എൻ്റെ ഓൺ കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യണത്? എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു കർട്ടനും വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് റിംഗ് ലൈറ്റും വെച്ചിട്ട് മറ്റോൻ്റെ കുറ്റം അങ്ങനെ പറയുന്നു. അതല്ലേ ഈ ചെയ്യണത്? പണിക്കോയി ജീവിക്കട കുട്ടിയെ, പണിക്കോയി ജീവിക്ക്, സ്വന്തം ഇടത്തിൽ ഉണ്ടാക്കി, സ്വന്തം ഇടത്തിൽ പൈസ ഉണ്ടാക്ക്. അല്ല മറ്റോൻ്റെ പോയിട്ട് തട്ടി ജീവിക്കാതെ സ്വന്തം ഉണ്ടാക്ക്. അതിൻ്റെ പറയുള്ളൂ. മനസ്സിലായോ? എന്നെ പറ്റിയിട്ട് അന്നറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കത് അറിയാണ്ട് ചോദിക്കുകയാണ്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരാൾ ട്രോളിന്ന് പോയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടോ മറ്റേ വൈരാഗ്യമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി ട്രോളാണ്. ഇപ്പോൾ ഈ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു എന്നെ ട്രോളുന്ന ആൾക്കാരെ ഞാൻ തഴമ്പിച്ചു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വരുമ്പോഴും എൻ്റെ വീട്ടുകാർ വരുമ്പോഴും ആര് വരുമ്പോഴും എന്താണ് അവിടെ കൂടി ഇളയതാളെ പറ്റി വിജയ്ക്ക് അടക്കണ്ട് നെഗറ്റീവ്. പിന്നെ ഇപ്പം എന്താണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന ഏതൊരുത്തനും നെഗറ്റീവ് ഉണ്ടായിരിക്കും. എൻ്റെ മനസ്സിൽ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരാൻ പാടില്ല. കാരണം അങ്ങനെയാണോ? ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നു, എനിക്ക് പോസിറ്റീവ് കമൻറ്റ് മാത്രമേ വരാൻ പാടൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാൻ പാടുമോ? സോഷ്യൽ മീഡിയയാണ്. ഞാൻ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല ആരും ചിന്തിക്കണ്ടായിരിക്കുക. അവർക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടായിരിക്കില്ല, അവർ റിയാക്ട് ചെയ്യും. കുഴപ്പമില്ല. അനക്കെന്താ പ്രാന്തോ? ഈ എന്താ ചെയ്യുന്നത് പിന്നെ അവിടെ ഇരുന്നിട്ട്? അടുത്ത് കേൾക്കാം. ഞാൻ ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പം ഞാൻ പൊന്നൂസുള്ള പ്രശ്നത്തിനായിരിക്കും. അത് ഈ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ ഒരു അമ്മയുടെ മുലപ്പാല് കുടിച്ച് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നം ഫേക്ക് ആണ് എന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. സെറ്റിൽമെന്റ് കണക്ക് തെളിയിക്കുക. എന്നെ വിളിക്കുക പബ്ലിക് എന്നിട്ട് നായിൻ്റെ മോനെ ഞാൻ ഒറ്റ തന്തയ്ക്ക് ഈ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ വീഡിയോസ് ഇട്ടത്. നീ തെളിയിച്ച നീ പറഞ്ഞ് ഞാൻ ചെയ്യും. മനസ്സിലായി? ഇത് ഞാൻ പബ്ലിക്കിൽ എന്നിട്ട് പറയുന്നത് നീ തെളിയിച്ച അതിന് ഞാൻ ചെയ്യും. ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. മനസ്സിലായോ? ഈ പിന്നെ ഡയലോഗ് ചെയ്യുന്നുണ്ട. അവനാന്റെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനേ അറിയുള്ളൂ. അത് അനക്ക് ഈ അനുഭവിച്ചിട്ടില്ല. അനക്ക് പെണ്ണ് കിട്ടുമെന്ന് എൻ്റെ കല്യാണം എനിക്കറിയില്ല. പക്ഷെ അത് അവനാനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനേ അറിയുള്ളൂ. ഇപ്പൊ നീ പ്രവീണിന്റെ അവരും പറഞ്ഞു, കുറെ ആൾക്കാർ അതിൽ കമന്റ്സ് കണ്ടു. ഞാൻ മറ്റേ ഉടായ്പ് കാണിക്കുന്നത് എന്ത് മൈരാൻ ഉടായ്പ്? അവനാന്റെ കുടുംബത്തിന്റെ പ്രശ്നം അവനാനേ അറിയുള്ളൂ. മറ്റുള്ളവർക്ക് അത് അറിയില്ല. മറ്റുള്ളവർ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറയും അത് കുഴപ്പമില്ല, ഇതില്ല പറഞ്ഞുകൊണ്ടിരിക്കും. കമന്റ് ചെയ്തിട്ട് സിമ്പിളാണ് മോനെ, മുന്നിക്ക് പോണ്ടേ. അടുത്ത് കേൾക്കാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ അത് തെളിയിച്ച ഞാൻ ഈ പറഞ്ഞ എന്തും ചെയ്യുന്നു. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഞാന് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് തന്നെ വിചാരിക്കുക. അതായത് ഞാനിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതാണ്, ആ ഒരു കണ്ടന്റ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എൻ്റെ മിടുക്കല്ലേ അല്ലേ? എനിക്ക് 2 ചാനലിലും പേയ്മെന്റ് കിട്ടണു, 2 ചാനലിലും സെറ്റ് ആവണു. ആലോചിച്ച് നോക്ക്. അപ്പം അതിൻ്റെ മിടുക്കല്ലേ? ഞാൻ ഒരിക്കലും തുണി ഊരിയിട്ടോ ഡ്രസ്സ് ഇതാക്കിയിട്ടോ ഇതാക്കിയിട്ടോ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മിടുക്കല്ലേ അല്ലേ? ഈ എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക് മോനെ. ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇറങ്ങണ മോനെ, ഈ എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. എൻ്റെ കാര്യം എന്ത് കിണ്ടിയല്ലേ? ഒരു കർട്ടൻ വലിച്ചിട്ട് ഇരുന്നിങ്ങനെ സംസാരിക്കലോ? അതല്ലാണ്ട് അനക്ക് എന്താ ഉള്ളത്? എന്താ ഉള്ളത്? പറ. എടാ എന്നോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അതിൽ കയറി സംസാരിച്ചതല്ല. അത് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്താണ്. ഞാൻ അത് പറഞ്ഞു. അത് ഞാൻ എന്താ പറയുന്നത് പോലും കൂടി മണക്ക് ചിന്തിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ബോധം കണക്കില്ല. അത് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ തന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറയുന്നത്. ഇപ്പം ഞാൻ എന്നെ കുറേ തെറി വിളിച്ചു. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കാണാൻ ഞാൻ വലിയ വിളിക്കുകയാണ്. നീ വാടാ മോനെ, നീ വാ, ചെറുപ്പശ്ശേരിക്ക് വാ. ചെറുപ്പശ്ശേരി മഞ്ചക്കല്ലുണ്ട് ഞാൻ. ഇങ്ങോട്ട് വാ. ഞാൻ എന്നെ തേടി വരുന്നില്ല. ഞാൻ എന്നെ അത്രയും വിളിച്ചു. ഞാനിപ്പോൾ എൻ്റെ തെറി വിളിച്ചു. ഞാൻ എന്നെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ഉടായ്പ് കാണിച്ച് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അതൊക്കെ നീ എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ പറ്റി അന്വേഷിച്ചോ, എന്താ കാട്ടിക്കോ, അത് തെളിയിച്ചോ. അതിന് വേണ്ടി എനിക്ക് ഇപ്പം പറയാണ് സുജനെ, ഞാനത് തെളിയിച്ചു. എനിക്ക് 1 lakh rupees വേണത്. പൊന്നു മോനെ റെഡി.
ഇത് ഞാൻ അത്രയും പബ്ലിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഈ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റ് അതായത് മീൻസ് ഞാൻ അന്ന് ഉണ്ടാക്കിയ എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് നീ തെളിയിച്ചിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ വീഡിയോ എടുത്ത് വന്നിട്ട് എന്നെ പറ്റിയിട്ട് എന്നെ കാണാൻ വന്നിട്ട് അത് സംസാരിച്ച് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് പറയാണ് സുജന, ഞാൻ എന്റെ വീട് എവിടെ അറിയില്ല, ഞാൻ കൊല്ലത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, അവിടെ നിന്ന് എനിക്ക് ഇത്ര ചെലവുണ്ട്, എനിക്കൊരു 1 lakh rupees വേണമെന്ന് പറഞ്ഞാൽ പൊന്നുമോൻ ആ വീടിന് മൂലം വെച്ചിട്ട് എന്റെ അക്കൗണ്ട് അപ്പം എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ അതിലൊരു മടിയില്ല, അപ്പം നമുക്ക് പൈസ തരും ഞാൻ ആണെങ്കിൽ വാ. ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരാളെടുത്ത് സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇവനെ ഗൈസ് എനിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മല്ലു ഫാമിലി വീഡിയോയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്നിട്ട് ഇത്രയും ഞാൻ സംസാരിക്കണേ. 1,69,000 രൂപ വിലയുള്ള ഫോണാണ്. ഇനി എൻ്റെ കയ്യിൽ അണക്ക് തരാൻ പൈസ ഇല്ലെങ്കിൽ പോലും കൂടിയും ഈ ഫോൺ അണക്ക് തരും ഞാൻ. വാ ഈ വാട്ടോ, നമുക്ക് അടുത്ത് കേൾക്കാം. എനിക്ക് കുറെ കമന്റ്സ് വന്നു. പിന്നെ ഞാൻ നമ്മൾ ഇവിടെ ഇന്നലെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. 2-3 കമന്റ്സ് ലൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ ചാനല് അവര് മറ്റേ കണ്ണട അവനെ കൊച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണ് മറ്റേ എനിക്ക് പേരറിയില്ല, അവര് പ്രവീൺ പ്രണവ് അറിയുന്നതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോൺടാക്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീടിന്റെ അടിയിൽ കമന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ ഓടുന്നത് അപ്പൊ തന്നെ ഡീറ്റ് ആയിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോസ് വരുന്നത് നമ്മളെ പോലെ വെച്ചിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ, മറ്റേ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലും വിചാരിച്ചു. പിന്നെ തോന്നി കുഴപ്പമില്ല, അതിന്റെ അഭിപ്രായം പറയാം. നിങ്ങൾ പറയണേ നമ്മളെ അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലക്കേറ്റി നടക്കുന്ന ആളാണ്. അല്ലാതെ നീയായിട്ട് കൊണ്ടുവന്നില്ല. നല്ല ഒന്നാന്തര ഉടായ്പകള് നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ നീ കാണിച്ചു. നിന്റെ വ്യൂവേഴ്സിനടക്കം നീ പറ്റിച്ച് ഉടായ്പകൾ കാണിച്ചപ്പോ ഈ തെളിയിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞു എന്റെ വ്യൂവേഴ്സിനെ അടക്കം ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞില്ലേ, അവരുടെ മുന്നിൽ തെളിവ് സഹിതം എത്തിക്ക്. മല്ലു ഫാമിലി സുജിൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മല്ലു ഫാമിലി സുജിൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എത്തിക്ക്. ഞാൻ പറഞ്ഞില്ലേ എത്തിക്ക്, അത്ര വലിയ ആൺകുട്ടിയാണെങ്കിൽ എത്തിക്ക്. അന്ന് എന്റെ തന്ത വിളിച്ചതിന്റെ ഉള്ളിലേക്ക് അണക്കത് എന്ത് റോളുള്ളത് ഞാനോട് ചോദിക്കട്ടെ. അവരുടെ ഫാമിലി ഇഷ്യൂ അണക്കെന്താ റോള്? എനിക്ക് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റിയ കമന്റ്സ് വന്നു. ഞാൻ കുറെ വട്ടമായി പറയണു, എന്നെ പറ്റി അതിൽ കമന്റ്സ് വന്നതോട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ എന്തിനാ വന്നിട്ട് ഈ എന്തിനാ മറ്റുള്ളവരെ കാര്യം സംസാരിക്കും? ഞാനോട് ചോദിക്കട്ടെ, എന്തിനാ ഈ മറ്റുള്ളവരെ കാര്യം സംസാരിക്കണത്? ഓനെ വന്ന് മറ്റുള്ളവരെ കാര്യം സംസാരിച്ച് ഇങ്ങനെ പൂറ്റാൻ നിൽക്കണോന്. സാരി എടുക്കാൻ പോക്കുണ്ടോ വൈകുന്നേരത്തേക്ക്? എനിക്ക് തോന്നുന്നുണ്ട് അവൻ ആ പണി ഉണ്ട് എന്ന്. ആ അതെ അതെ. ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂർ പോയോ നല്ല ഡ്രസ്സ് ഇട്ടാ മുടി എന്ന് പറയാൻ ഇവരെന്തെങ്കിലും കാട്ടിയാ ഇപ്പൊ എന്താണ് അമ്മ ചുരിദാർ ഇട്ടേനെ അതിനടിയിൽ കമന്റ്സ് വന്നെ ഈ തള്ള ചുരിദാർ ഇട്ടത് തുടങ്ങിയോ എന്തായി കോലം കിട്ടുന്നത്? അതെന്താണ് എനിക്കറിയാതെ. ഇപ്പൊ അവരുടെ അവിടെ ചാനലിൽ പ്രശ്നം അത് ഞങ്ങളുടെ തോന്നി പറയുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കാര്യം ചോദിക്കണം. അപ്പൊ ഞാൻ പറയണേ അവർക്ക് അവരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളെ കണ്ട് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോ നിങ്ങൾ കുറെ പേര് ചോദിച്ചു, ഞാൻ അയാളെ മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊച്ചിയുടെ അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. ആദ്യം തുടങ്ങാൻ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അതിന് കാരണം നിങ്ങളും കൂടിയാണ്. കാരണം ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളാണെന്നാണ് നമ്മുടെ പൊന്നൂസും സുജിനും കൂടി പറഞ്ഞു വെക്കുന്നത്. അന്റെ തന്ത ഞാൻ പറയണില്ല എന്നെ വെച്ചിട്ട് എനിക്ക് ഈറങ്ങനെ കേറുണ്ട് മോനെ. നാട്ടുകാർ റിക്വസ്റ്റ് ചെയ്യണോണ്ട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം ഭാര്യയെ വീട്ടിൽ പിടിച്ച് ഒളിപ്പിച്ചിരുത്തിയിട്ട് വീഡിയോ ചെയ്ത മോനാണ് സുജിൻ. ആ സുജിൻ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നവരാണ് ലവൻ. നീ നിങ്ങളാണ് ഇന്ന് നാട്ടുകാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. വർമ്മ സാറേ, ഇതങ്ങോട്ട് എനിക്ക്
ലംഘിക്കണില്ല. എന്തായാലും പ്രവീൺ കൊച്ചുവിന്റെ കേസിൽ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒറിജിനൽ കാര്യങ്ങളാണ്. നിങ്ങളുടെ കേസ് പോലെ അല്ല. അത് വേറെ ലെവലിൽ വയലൻസും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന ടീമാണ്. നീയൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് വയലൻസ് ഉണ്ടാക്കിയത് പോലെ അല്ല അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതാവാൻ എൻ്റെ അടുത്ത് പറഞ്ഞോ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് തന്നെ. ആ മറ്റവർക്ക് പറയാനോട് കേക്ക് ചെയ്യും. ഇപ്പൊ ഒരു ഭാഗം മാത്രം എന്ത് കേട്ടിട്ട് സംസാരിക്കണത്? കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒറിജിനൽ കാര്യങ്ങളാണ്. നിങ്ങളുടെ കേസ് പോലെ അല്ല. അത് വേറെ ലെവലിൽ വയലൻസും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന ടീമാണ്. നീയൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് വയലൻസ് ഉണ്ടാക്കിയത് പോലെ അല്ല അവരുണ്ടാക്കി. എന്തായാലും അത്രയൊന്നും ഞങ്ങളില്ലട മോനെ, മനസ്സിലായോ? അത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ എല്ലാവരുടെ ഞാൻ പറയുകയാണ്, ഓൻ്റെ വീഡിയോ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പം സമാധാനം കിട്ടി. അപ്പോൾ എല്ലാവരുടെ ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എല്ലാം ചോദിക്കുകയാണ്. കാരണം അവൻ്റെ വീഡിയോ എനിക്ക് അത്രയും പൊളിഞ്ഞ് കയറിയോണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരുടെ അടുത്തും. ഓക്കെ, ഞാൻ നിന്റെ അടുത്തല്ല കേട്ടോ, അതുപോലെ അതിൻ്റെ മോനെ എൻ്റെ അടുത്തല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അടുത്ത് അടുത്താണ് പറഞ്ഞത്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആരൊക്കെ എടുത്തായിരുന്നു. കാരണം അത് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ പറയാം, എന്നെ പറ്റി ഇതിനേക്കാൾ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ എന്നുള്ളതല്ല, കുറേ ആൾക്കാർ. പക്ഷെ അതൊന്നും എനിക്കത്ര ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെന്നില്ല. പക്ഷേ ഇനി നീ എന്നെ പറ്റി വീഡിയോ, എൻ്റെ തമ്പിൽ, എൻ്റെ ഫോട്ടോ തമ്പിലൈന് എൻ്റെ വീഡിയോ നിന്റെ വീഡിയോന്റെ സൈഡിൽ വെച്ച് നീ വീഡിയോ ചെയ്താൽ സത്യമായിട്ട് നിനക്ക് സ്ട്രൈക്ക് തരും മോനെ, ഉറപ്പായിട്ടും തരും. നിനക്ക് ഇതിനെ പറ്റി അറിവ് നിനക്കറിയില്ല. എൻ്റെ ഫോട്ടോ നീ തമ്പിലൈൻ ഇട്ടാ ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും. ഞാൻ 3 വട്ടം സ്ട്രൈക്ക് കിട്ടി എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താ ഉണ്ടാകുക, നിനക്ക് യൂട്യൂബിനെ പറ്റി വല്ല കിണ്ടി അറിയിച്ചാലേ അത് മനസ്സിലാവും. എന്നെ, എൻ്റെ ഫാമിലിനെ ആരെങ്കിലും നീ വെച്ചിട്ട് ഇനി വീഡിയോ ചെയ്താൽ, നിനക്ക് ഒരു വീഡിയോ നിനക്ക് ചെയ്യാട്ടോ. കാരണം ഇപ്പം ഞാൻ ഈ ചെയ്ത വീഡിയോൻ്റെ പകരമാണ് ഒരു വീഡിയോ ചെയ്യുക. കാരണം അത് നിനക്ക് ഞാൻ തരുന്നൊരു ഔദാര്യമാണ്. കാരണം നീ ചെയ്തോ. കാരണം ഞാൻ ഇവിടെ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇനി നിന്റെ മറുപടി എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഈ വീഡിയോൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ എനേബിൾ ആക്കില്ല കേട്ടോ. ഇതിന് അന്നെ ഊറ്റിയ പൈസ എനിക്ക് വേണ്ട, ഞാൻ എനേബിൾ ആക്കില്ല. ഈ വീഡിയോ ഞാൻ റിമൂവ് ആക്കും. അതായത് നീ ഇതിന് മറുപടി ഒരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. കാരണം ഇത് നിനക്ക് നല്ലൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നീ അപ്പുറത്ത് നല്ലൊരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. ആ വീഡിയോന്റെ പേയ്മെന്റും കൂടി നീ എടുത്തോ. കാരണം അതുകൊണ്ട് നീ നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നീ വല്ല ഡ്രസ്സ് എടുക്കുക, എന്തെങ്കിലും ചെയ്തോ. കാരണം അതുകൊണ്ട് നിനക്ക് നല്ല പേയ്മെന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വീഡിയോന്റെ പേയ്മെന്റ് നീ എടുത്തോ. അതിന്റെ അപ്പുറത്തേക്ക് നീ ഇനി ഒരു വീഡിയോ ഇട്ടാ ഞാൻ ഓപ്പാണ്ടിന്ന് പറയാണ്, നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരും, ഉറപ്പായിട്ടും തരും. നിനക്കിതിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. നീ ഇത് ഞാൻ പറഞ്ഞിട്ട് നീ നിനക്ക് അറിയാവുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സിനോട് ചോദിച്ചോ. എൻ്റെ തമ്പലൈന്, എൻ്റെ വോയിസ്, അതുപോലെ തന്നെ മറ്റേ എൻ്റെ വീഡിയോ എടുത്ത് നീ നിന്റെ വീഡിയോന്റെ സൈഡിലിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒരു വീഡിയോ നിനക്ക് ഞാൻ തരുന്നത് അത് നീ ചെയ്തോ, വേണം നിനക്ക് ചെയ്തോ, അതെൻ്റെ ഔദാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരുടെ പറയാണ് ഇവന് ഞാൻ സ്ട്രൈക്ക് കൊടുത്തിരിക്കും. ഞാൻ ഇതുവരെയ്ക്ക് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത്, ഇപ്പോൾ ബുന്നൂസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ഞാൻ ഒരാളെ പോലും കൂടി ഞാൻ മറ്റേ അതായത് മീൻസ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ പോയിട്ടില്ല. കാരണം എല്ലാവരും യൂട്യൂബിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരാളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി നീ ചെയ്ത ഒറ്റ വീഡിയോ നിനക്ക് ഞാൻ തരുന്ന ഔദാര്യം, അതിൻ്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്താൽ പൊന്നു മോനെ സത്യമായിട്ടും ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും. അതിൽ ഒരു മാറ്റവും ഇല്ല. പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നീ ഞാൻ തരുന്ന സ്ട്രൈക്ക് എത്രത്തോളം നീ ക്ലിയർ ആക്കുന്നോ അത്രത്തോളം ഞാൻ തന്നുകൊണ്ടേയിരിക്കും എനിക്ക്, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ പിന്നെ നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യണം. ഓക്കെ, അപ്പം എന്തായാലും അതുപോലെ ഇതിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് പൊന്നു മോനെ. നീ റിയാക്ട് ചെയ്തിട്ട് വാ. ഓക്കെ, ബൈ ഗൈസ്.